ഹലോ കുട്ടീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ കേശു പറഞ്ഞ് അമ്മ എനിക്ക് ബോറടിക്കുന്നു, എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുമ്പോൾ കളിക്കാനെന്ന്. നമ്മുടെ വീട്ടിൽ പിള്ളേരൊന്നുമില്ലല്ലോ കളിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാവമല്ലേ ഒന്ന് കൊണ്ടുപോകാമെന്ന്. ഇത് നമ്മുടെ ശിവയാണ്. ഉപ്പും മുളകിലെയും കേശുവിനെയും ശിവയും പോലെയാണ് ഇവർ രണ്ടുപേരും ഭയങ്കര അടിയുമാണ്, രണ്ടുപേരും ഭയങ്കര സ്നേഹവുമാണ്, രണ്ടുപേരും കൂടെ കളിയുമാണ്. അപ്പോൾ ആദ്യമേ രണ്ടുപേരുടെ ബോൾ കളിച്ച്, പിന്നെ രണ്ടുപേരുടെ കണ്ടില്ല അടിയിടുന്നതാണ്. രണ്ടുപേരുടെ പാവക്കുട്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇണങ്ങിക്കഴിഞ്ഞ് സാറ്റ് കളിച്ച്. ഇതാണ് നമ്മുടെ ദേവു, എൻ്റെ ഫ്രണ്ടാണ് അവൾ ക്യാമറ കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് ഓടിപ്പോയി. ഭയങ്കര കളിയാണ്, രണ്ടുപേരുടെ സാറ്റ് കളിയാണ്. ഇവർ ഭയങ്കര അടിയാണ്, രണ്ടുപേരോട് ഭയങ്കര പരസ്പരം അടിയും ഇടും, പക്ഷെ ഭയങ്കര സ്നേഹമാണ് ഇവർ രണ്ടുപേരുമേ. പിന്നെ അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്കിന് ദേവു വിളക്കൊക്കെ കത്തിച്ച് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് നല്ല കുട്ടികളെപ്പോലെ ഇരുന്ന് പ്രാർത്ഥിച്ച്. ആരും പറഞ്ഞൊന്നും കൊടുത്തില്ല, അവർ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ശിവയാണെങ്കിൽ ഓം നമ ശിവായ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കേശു അത് കേട്ട് കേശുവും കൂടെ ചൊല്ലുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നെയും കൂടെ ഒക്കെ നോക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര അതൊക്കെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരു പോസിറ്റിവിറ്റി കിട്ടും. കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ കേശു അതിൻ്റെ ഇടയ്ക്ക് ശിവയോട് പറയുക, ശിവേ രാമ 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 ചെല്ലാം നമുക്കെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരുടെ വിളക്കൊക്കെ തൊഴുതിട്ട് പോന്ന്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കളി തുടങ്ങി. കാറൊക്കെ എടുത്ത് വെച്ച് കളി തുടങ്ങി. ശിവ പുറകെ ഇരുന്ന് ഫോൺ വിളിയാണ്. ശിവയുടെ കാര്യം ഇരിക്കുന്ന ഫോൺ, അത് വെച്ച് ആരെയൊക്കെയോ വിളിക്കുകയാണ് ശിവ. പിന്നെ അപ്പോഴത്തേക്കിന് നമ്മുടെ ചേട്ടന്മാർ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ദേവു ആണെങ്കിൽ കപ്പ പുഴുങ്ങിയതും മുളകും അടച്ച് ഉള്ളിച്ചമ്മന്തിയൊക്കെ ആക്കിയായിരുന്നു. അതൊക്കെ അവർക്ക് കൊടുത്ത് ഞങ്ങളും കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പം ശിവ എന്നോട് പറഞ്ഞ്, ആൻറ്റി എന്നെയും കൂടെ ഒന്ന് വീഡിയോ എടുപ്പിക്കാമോ, എനിക്കും കൂടെ ഒന്ന് ഓരോന്നൊക്കെ പറയണം. അപ്പം കപ്പ പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് ആൾ പറയുകയാണ്. ടി വി വെച്ചത് കൊണ്ടാണ് സൗണ്ട് ഞാൻ കേൾപ്പിക്കാത്തത്. പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്കിന് ഇറങ്ങാറായപ്പോഴത്തേക്കിന് കേശു ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് പോകണ്ട, എനിക്ക് ഇവിടുന്ന് കളിക്കണമെന്ന്. എങ്ങനെ പഠിക്കണ്ടായോ? പിന്നെ രാത്രിയായില്ലേ, അപ്പോഴത്തേക്കിന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.